നമ്മുടെ രാജ്യത്തെ ഒരു സംസ്ഥാനമായ പഞ്ചാബിലേക്കായിരുന്നു എൻ്റെ യാത്ര. പഞ്ചാബിലെ പ്രമുഖ സ്ഥലങ്ങളായ ഗോൾഡൻ ടെമ്പിള്, ജാലിയൻ വാലാബാഗ്, വാഘ ബോർഡർ, പിന്നീട് ചണ്ഡീഗഡിലെ റോക്ക് ഗാർഡൻ സന്ദർശിക്കുകയായിരുന്നു എൻ്റെ ലക്ഷ്യം. ഹരിമന്ദിർ സാഹിബ് അഥവാ ദർബാർ സാഹിബ് സുവർണ ക്ഷേത്രം എന്നും അറിയപ്പെടുന്നു. സിഖ് ഗുരുദ്വാരകളിൽ പ്രഥമവും അതിവിശുദ്ധവുമാണ് ഇന്ത്യയിലെ പഞ്ചാബ് സംസ്ഥാനത്തിൽ അമൃത്സർ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന സുവർണക്ഷേത്രം. അമൃത്സർ നഗരം 1574 നാലാം സിഖ് ഗുരുവായിരുന്ന ഗുരു രാംദാസ് ആണ് സ്ഥാപിച്ചത്. സുവർണക്ഷേത്രം നിർമ്മിച്ചത് 5ാമത്തെ ഗുരുവായിരുന്ന ഗുരു അർജൻ ദേവ്. എല്ലാ ജീവിത തുറകളിൽ നിന്നും വിശ്വാസങ്ങളിൽ നിന്നുമുള്ള എല്ലാ ആളുകൾക്കും ആരാധനയ്ക്കായി ഒരു തുറന്ന ഭവനമാണ് സുവർണക്ഷേത്രം. 4 പ്രവേശന കവാടങ്ങളുള്ള ഒരു ചതുരാകൃതിയിലുള്ള പ്ലാൻ, കുളത്തിനു ചുറ്റും ഒരു പ്രദക്ഷിണപാത എന്നിവയുണ്ട്. ഗുരുദ്വാരയുടെ 4 പ്രവേശന കവാടങ്ങൾ സമത്വത്തിലുള്ള സിഖ് വിശ്വാസത്തെയും എല്ലാ വിഭാഗങ്ങളിൽ നിന്നും, ജാതികളിൽ നിന്നും, വംശങ്ങളിൽ നിന്നുള്ള ആളുകളെ അവരുടെ പുണ്യസ്ഥലത്ത് സ്വാഗതം ചെയ്യുന്നുവെന്ന സിഖ് വീക്ഷണത്തെയും പ്രതീകപ്പെടുത്തുന്നു. ഇത് വാഘ ബോർഡർ. ഇവിടെ ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും അതിർത്തിയായ വാഘ അതിർത്തിയിൽ ദിനവും വൈകിട്ട് 2 ഗേറ്റുകളും തുറന്ന് പതാക ഇറക്കുന്ന ചടങ്ങാണ് വാഘ അതിർത്തിയിലെ ബീറ്റിംഗ് റിട്രീറ്റ് അഥവാ വാഘ ബോർഡർ സെറമണി. ഈ പരേഡ് കാണാൻ ആയിരക്കണക്കിന് ജനങ്ങൾ വാഘ അതിർത്തിയിൽ എത്തിച്ചേരുന്നു. ഇത് അമൃത്സറിനും ലാഹോറിനും ഇടയിലുള്ള ഗ്രാൻഡ് ട്രങ്ക് റോഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നടക്കുന്ന പ്രസിദ്ധമായ ബീറ്റിംഗ് റിട്രീറ്റ് സെറമണി കാരണം ഇത് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നു. എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ നടക്കുന്ന ഈ ചടങ്ങിൽ 2 രാജ്യങ്ങളുടെയും അതിർത്തി സേനാംഗങ്ങൾ പതാക താഴ്ത്തുന്ന ചടങ്ങ് നടത്തുന്നു. ഏഷ്യയിലെ ബർലിൻ മതിൽ എന്ന് വിളിക്കപ്പെടുന്ന വാഘ അതിർത്തിയിൽ എല്ലാ ദിവസവും പതാക താഴ്ത്തൽ ചടങ്ങ് നടന്നുവരുന്നു. ഇന്ത്യയുടെ അതിർത്തി രക്ഷാസേനയുടെയും പാകിസ്ഥാൻ റേഞ്ചേഴ്സിൻ്റെയും അത്യുജ്വലവും ആവേശഭരിതവുമായ സൈനിക പരേഡുകളാണ് ഇവിടെ നടക്കുന്നത്. തുടർന്ന് ഗേറ്റ് തുറക്കുന്നു. പാകിസ്ഥാനിലെയും ഇന്ത്യയിലെയും ജനങ്ങൾ പരസ്പരം നോക്കി കൈപൊക്കി സൗഹൃദം പങ്കിടുന്നു. അടുത്തായി പഞ്ചാബിലെ അമൃത്സറിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദേശീയ പ്രാധാന്യമുള്ള ചരിത്ര സ്മാരകമാണ് ജാലിയൻ വാലാബാഗ്. 1919 ഏപ്രിൽ 13 നടന്ന ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ കൊല്ലപ്പെട്ടവരെയും പരിക്കേറ്റവരെയും അനുസ്മരിക്കാനാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. ചണ്ഡീഗഡിലുള്ള ഒരു ഉദ്യാനമാണ് ചണ്ഡീഗഡ് റോക്ക് ഗാർഡൻ. ഇതുണ്ടാക്കിയ നെക്ചന്ദിൻ്റെ പേരിനെ സ്മരിച്ചുകൊണ്ട് ഇതിന് നെക്ചന്ദിൻ്റെ റോക്ക് ഗാർഡൻ എന്നും വിളിക്കാറുണ്ട്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്ന ഇദ്ദേഹം രഹസ്യമായി തൻ്റെ ഒഴിവു സമയത്ത് 1957 ഉണ്ടാക്കിയ ഉദ്യാനമാണിത്. പൂർണ്ണമായും വ്യവസായങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നും ഉപേക്ഷിക്കുന്ന അവശിഷ്ട വസ്തുക്കൾ കൊണ്ടാണ് ഇവിടെയുള്ള ശില്പങ്ങളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. സുഖ്ന തടാകത്തിന് സമീപമുള്ള ഈ ഗാർഡനിൽ പുനരുപയോഗിച്ച കുപ്പികൾ, ചില്ലുകൾ, വളകൾ, തറയോടുകൾ, കോപ്പകൾ, പാത്രങ്ങൾ എന്നിവയെല്ലാം ശില്പമോ ശില്പഭാഗങ്ങളോ ആയി മാറിയിട്ടുണ്ട്. തൻ്റെ ഒഴിവുസമയത്ത് നെയ്ചന്ദ് പൊളിക്കുന്ന കെട്ടിടഭാഗങ്ങൾ ശേഖരിച്ചു വെച്ചതുകൊണ്ട് തൻ്റെ സങ്കല്പത്തിലുള്ള സുക്രാണി സാമ്രാജ്യം സുഖ്ന തടാകത്തിന് സമീപമുള്ള കാട്ടിലെ ചെരുവിൽ അദ്ദേഹം കെട്ടിയുണ്ടാക്കുകയായിരുന്നു. 1902 കാടിൻ്റെ പുറംപ്രദേശമായി പ്രഖ്യാപിച്ച ഈ ചെരുവിൽ യാതൊന്നും ഉണ്ടാക്കാൻ ആവില്ലായിരുന്നു. അവിടെ ചന്ദ് ചെയ്തത് നിയമവിരുദ്ധമായ ഒരു പ്രവൃത്തിയായിരുന്നു. പക്ഷേ 18 വർഷത്തോളം അധികാരികൾ കാണാതെ അത് ഒളിപ്പിച്ചു വയ്ക്കാൻ ചന്ദിന് കഴിഞ്ഞു. 1975 അധികൃതർ ഇത് കണ്ടുപിടിക്കുമ്പോഴേക്കും 12 ഏക്കർ വിസ്താരമുള്ള കോപ്പ കൊണ്ട് മൂടിയ മൃഗങ്ങളുടെയും നർത്തകരുടെയും ജന്തുക്കളുടെയും